സീപ്ലെയിൻ പദ്ധതിയിൽ ടൂറിസം വകുപ്പിനെതിരെ വിമർശനവുമായി സിപിഐ മുഖപത്രം ജനയുഗം. സീപ്ലെയിൻ പദ്ധതി ലാഭകരമല്ലെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് ടൂറിസം മേഖലയുടെ സ്വപ്നങ്ങൾ ലക്ഷ്യം കാണുമെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണ്. മത്സ്യബന്ധനം ഉപജീവനമാക്കിയ പാവപ്പെട്ടവരുടെ താൽപര്യം കൂടി പരിഗണിക്കണം. വനപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ പദ്ധതി തുടങ്ങുന്നതിന് എതിർപ്പില്ല. കായലുകളിൽ പദ്ധതി ആരംഭിക്കുന്നതിനെയാണ് തൊഴിലാളി സംഘടനകൾ എതിർത്തത്. ആ നിലപാടിൽ മാറ്റമില്ലെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി.ജെ. ആഞ്ചലോസിന്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം ആലപ്പുഴയിൽ സീപ്ലെയിൻ ഇറക്കുമെന്നാണ് CPM-ന്റെ നിലപാട്. ആഞ്ചലോസിന്റെ പ്രശ്നം മനസ്സിലാകുന്നില്ലെന്നും CPI നാടിന്റെ പുരോഗതിയെ കണ്ണടച്ചെതിർക്കുന്നുവെന്നും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ന്യൂസ് 18നോട് പറഞ്ഞു. ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സീപ്ലെയിൻ സഹായകരമാകും. അത് മത്സ്യബന്ധനം സാധ്യമല്ലെന്ന് ഒരു പഠന റിപ്പോർട്ടിനുമില്ല. ആലപ്പുഴയിൽ സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. CPM നിലപാട് സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് തന്നെയാണ്. ആലപ്പുഴയിലെ ടൂറിസം നല്ല രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല രൂപത്തിലേക്ക് നമ്മുടെ കായൽ ടൂറിസവും അതുപോലെ കടൽ ടൂറിസവും എല്ലാം കുട്ടനാട് സമുദ്രതീരത്തിന് താഴെയുള്ള കുട്ടനാട് പ്രദേശത്ത് വളർന്നു ടൂറിസവും ഇതെല്ലാം നമ്മുടെ ജില്ലയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഈ സീപ്ലെയിൻ പദ്ധതി നമുക്ക് വളരെയധികം സഹായകരമായി തീരും. ഇതിനകത്ത് പ്രശ്നം മത്സ്യത്തൊഴിലാളികൾക്ക് വേമ്പനാട് കായലിലൂടെ ഇത് പോകുമ്പോഴത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടാതെ വരും എന്നുള്ളതാണ് ഒരു പറയുന്നത്. ആ ആശങ്ക ഇപ്പം ഇന്നില്ല. മത്സ്യബന്ധനത്തിൽ പോകുന്ന തൊഴിലാളികൾക്ക് നിലവിലുള്ള മത്സ്യം പിടിച്ചെടുക്കുന്നതിന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല. പിന്നെ എന്തിനാണ് അതിനെ തടസ്സപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. മത്സ്യബന്ധനവും നടക്കണം, സീപ്ലെയിൻ പദ്ധതി നടക്കണം, ടൂറിസം പുരോഗമിക്കുകയും വേണം. ഇതാണ് CPM-ന്റെ അഭിപ്രായം. ആ എതിർപ്പ് എന്ന് പറയുമ്പോൾ അത് ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ. കണ്ണോടച്ചെങ്ങനെ എതിർക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിൻ്റെ പുരോഗതിക്ക് എതിരായിട്ട് നിൽക്കുക എന്നുള്ളത് ഇത് തന്നെയാണ്. കായലിലൂടെ ഇത് സഞ്ചരിക്കുന്നതിലൂടെ ടൂറിസ്റ്റുകൾ വരും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ രൂപത്തിലുള്ള വരുമാനം എല്ലാം കായൽ പ്രദേശത്തുള്ളവർക്ക് തന്നെയാണ് ലഭിക്കുന്നത്. മത്സ്യത്തിൻ്റെ പ്രജനനത്തിനൊന്നും എന്തെങ്കിലും തടസ്സമുണ്ട് എന്നുള്ളത് ഒരു ശാസ്ത്രീയമായ ഒരു പഠനം ഇതുവരെ വന്നിട്ടില്ല. അന്ന് നേരത്തിലില്ല. ഇത് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിപ്പോൾ ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ആര് കാരണവശാലും മത്സ്യം ഇതുകൊണ്ട് മത്സ്യത്തിൻ്റെ പ്രയോജനം നടക്കാതിരിക്കുന്നില്ല, മത്സ്യസമ്പത്ത് കുറയുന്നില്ല. സീപ്ലെയിൻ പോലുള്ള പദ്ധതി ഇന്ന് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല ലോക ടൂറിസത്തിൽ ഏറ്റവും മുന്നിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ്. ശരണ്യ സ്നേഹിതൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഇവിടെ ആദ്യം തന്നെ CPI ഈ വിഷയത്തിൽ അന്ന് പരീക്ഷണ പറക്കൽ നടന്ന പിറ്റേ ദിവസം തന്നെ ആഞ്ചലോസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അവർ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ അടക്കം യോഗം വിളിച്ചു ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണമായും ഈ വിഷയത്തെ എതിർക്കുന്ന പശ്ചാത്തലം ആദ്യം മുതൽ തന്നെയുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിക്കുകയാണോ? ഈ ആലപ്പുഴയിൽ നമുക്കറിയാം ശാക്തിക തർക്കങ്ങളുണ്ട്. CPI-യും CPM-ഉം തമ്മിൽ പല മേഖലകൾ. അതിന്റെ ഭാഗമായി കണ്ടാൽ മതിയോ, അതോ കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഗൗരവം വന്നിരിക്കുകയാണോ? ശരണ്യ, അല്ല, ഇത് കൃത്യമായി ഒരു മുന്നണിയിലെ തന്നെ രണ്ട് കക്ഷികൾ തമ്മിൽ നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോകുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം സീപ്ലെയിനുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള യോഗം ആലപ്പുഴയിൽ നടന്നിരുന്നു. ആ യോഗത്തിനകത്ത് അന്ന് ധീവരസഭയുണ്ടായിരുന്നു. മറ്റ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളുണ്ട്. കാരണം നമുക്കറിയാം സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ നടന്ന സമരത്തിൽ ആദ്യഘട്ടത്തിൽ എല്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ സംഘടനകളും AITUC ആണെങ്കിലും CITU ആണെങ്കിലും എല്ലാ സംഘടനകളും ചേർന്ന് ഒന്നിച്ചാണ് അന്ന് UDF ഭരണകാലത്ത് സീപ്ലെയിൻ പദ്ധതിയെ എതിർത്തത്. അതിന് സമാനമായ ആ ഫെഡറേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ ഫെഡറേഷന്റെ യോഗം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ചേർന്നപ്പോൾ അതിനകത്ത് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞൊരാൾ PP ചിത്തരഞ്ജൻ മാത്രമാണ്. AITUC-യുടെ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് PP ചിത്തരഞ്ജൻ. അന്നും ഈ സമരം നടക്കുന്ന കാലത്തും CITU-ന്റെ ചുമതലയുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ ഈ നിലപാടിൽ നിന്ന് അല്പമെങ്കിലും മാറി ഒരു വ്യത്യസ്തമായ നിലപാട്, അത് പദ്ധതി ചർച്ചയ്ക്ക് ശേഷം പരിഗണിക്കണം എന്നുള്ള രീതിയിൽ അഭിപ്രായം പറഞ്ഞയാൾ PP ചിത്തരഞ്ജനാണ്. ബാക്കിയുള്ള എല്ലാ സംഘടനകളും ഈ സീപ്ലെയിൻ ഉൾനാടൻ ഉൾനാടൻ കായലുകളിലേക്ക് ഇറങ്ങിയാൽ അത് തടയണമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. V. ദിനകരൻ അടക്കമുള്ള തീവ്രസഭാ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആ നിലപാടിൽ നിന്ന് ആ സംഘടന ഇപ്പോഴും അതേ നിലപാടിൽ പോകുന്നു. ഇന്ന് ഒപ്പുശേഖരണം, ഇന്ന് വൈകിട്ട് നേതാക്കന്മാരുടെ മത്സ്യത്തൊഴിലാളികളുടെ അടക്കം മുഖ്യമന്ത്രിക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒപ്പുശേഖരണം അടക്കം ഇന്ന് നടക്കാനിരിക്കെയാണ്
കൃത്യമായ നിലപാട് CPM പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് സീപ്ലെയിൻ ആലപ്പുഴയിൽ ഇറക്കണം എന്നുള്ള നിലപാടാണ് CPM ജില്ലാ സെക്രട്ടറി ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. ടൂറിസത്തെ സംബന്ധിച്ച് ഒരുപാട് സാധ്യതകളുള്ള പദ്ധതിയാണ് എന്നാണ് 2013 എതിർത്ത് CPM വർഷങ്ങൾ പിന്നിടുമ്പോൾ CPM ജില്ലാ സെക്രട്ടറി തന്നെ നിലപാടായി വ്യക്തമാക്കുന്നത്. അതായത് ടൂറിസത്തിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സീപ്ലെയിൻ പദ്ധതി കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. നേരത്തെ എങ്ങനെയാണോ ഉമ്മൻചാണ്ടി സർക്കാർ ആ പദ്ധതി കൊണ്ടുവന്നിരുന്നത്, അതായത് കണ്ണൂരിൽ ബേക്കൽ മുതൽ ഇങ്ങോട്ട് വേമ്പനാടും അഷ്ടമുടിയും അടക്കമുള്ള മേഖലകൾ പരിഗണിച്ചായിരുന്നു തിരുവനന്തപുരം വരെയുള്ള ഒരു സർക്യൂട്ട് ആയിരുന്നു ആദ്യഘട്ടത്തിലെ സീപ്ലെയിൻ പദ്ധതി. ആ പദ്ധതിക്ക് സമാനമായ രീതിയിൽ ഇവിടെ ഇപ്പോൾ കുമരകം കൂടി പരിഗണിച്ചുകൊണ്ട് വേമ്പനാടും പുന്നമടയും ഒപ്പം കുമരകവും കൂടി പരിഗണിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കണമെന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി R നാസർ നമ്മളോട് പറഞ്ഞത്. ഒപ്പം അദ്ദേഹം പറയുന്നത് CPI വികസനത്തിന് എതിരാണ് എന്നുള്ളതാണ്. നാടിന്റെ വികസനത്തിന് എതിരായി നിൽക്കുന്നു CPI ഈ വിഷയത്തിൽ ഇങ്ങനെ എതിർത്തൊരു നിലപാട് സ്വീകരിക്കുന്നത് നാടിന്റെ വികസനത്തിന് എതിരായി നിൽക്കുന്നു എന്ന് കരുതേണ്ടി വരും. ആഞ്ചലോസിന് എന്താണെന്നറിയില്ല എന്നുള്ള മറുപടിയാണ്. അതായത് നേർക്കുനേർ രണ്ട് ജില്ലാ സെക്രട്ടറിമാർ, ഒരു മുന്നണിയിലെ രണ്ട് പ്രധാന കക്ഷികളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നേതൃത്വം വഹിക്കുന്ന രണ്ട് ആളുകൾ പരസ്പരം നേർക്കുനേർ ഇതിനകത്ത് ഭിന്നാഭിപ്രായങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. എന്തായാലും നമുക്കറിയാം സീപ്ലെയിൻ പദ്ധതി സർക്കാരിന് വിജയകരമായി നടപ്പിലാക്കണമെങ്കിൽ അത് ആലപ്പുഴ അടക്കമുള്ള ഇടങ്ങളിലെ സാധ്യതകൾ മുതലാക്കണം. കാരണം ആലപ്പുഴയാണ് കയൽ ടൂറിസത്തിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ വലിയൊരു ഹബ്ബ് ആലപ്പുഴയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുക ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ ഈ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ സാമ്പത്തികമായി നേരത്തെ ആഞ്ചലോസ് ജനയുഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായി ഈ പദ്ധതി ഗുണകരമായി മാറുകയും ചെയ്യില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആലപ്പുഴയിൽ ഈ പദ്ധതി നടപ്പാക്കില്ല എന്ന് ടൂറിസം മന്ത്രി അടക്കം പറയുമ്പോഴാണ്, അങ്ങനെയല്ല പാർട്ടി നിലപാട് ഇതാണ്, ആലപ്പുഴയിൽ ഈ പദ്ധതി വരുമെന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതാണ് ആലപ്പുഴയിൽ ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ CPI ഈ വിഷയത്തിൽ പ്രതികരണം വന്നിരുന്നു. നമുക്ക് CPM-ലും ഈ വിഷയം ചിത്തരഞ്ജന് വേറെ അഭിപ്രായമാണല്ലോ ശരണ്യ ഈ വിഷയത്തിൽ. PP ചിത്തരഞ്ജൻ നമുക്കറിയാം ഈ 2013 അവിടെ സമരം നടത്തിയ ആൾ കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കടലിൽ വള്ളമൊക്കെ ഇറക്കി നടത്തിയ സമരം അന്ന് ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അങ്ങനെ ഈ വിഷയത്തിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് ഈ പ്രധാനപ്പെട്ട ഘടകകക്ഷി ഇതിനെതിരെ വരുമ്പോൾ സർക്കാരിന് എത്താനാകുമോ എന്ന കാര്യം കൂടിയുണ്ട്. അതിന് നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ഈ കായലിലല്ല മറ്റ് ഡാമുകൾ അടക്കമുള്ള ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പദ്ധതിയാകും കൂടുതലായി ഉണ്ടാവുക, ഡാമുകളിലായിരിക്കും ഈ സീപ്ലെയിൻ ഇറക്കുക എന്നൊക്കെയുള്ള മറുപടിയാണ്. അതുകൊണ്ട് ഇവർ തൃപ്തരാവില്ല. വളരെ കൃത്യമായി തന്നെ കായലുകളിൽ ഇത് അനുവദിക്കില്ല, അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലകളിൽ അനുവദിക്കുന്നില്ല എന്ന ഉറപ്പ് നേടിയെടുക്കുക എന്ന് തന്നെ ആയിരിക്കും ഒരുപക്ഷെ CPIയുടെ ലക്ഷ്യം. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ കാര്യം കൊണ്ടിട്ട് പോവുക. VC മധു ടെലിഫോൺ ലൈനുണ്ട്, ITUC ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ അദ്ദേഹം. ശ്രീ VC മധു, ഇവിടെ ഇത് CPM നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് വികസനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വികസനത്തിന്റെ ഒരു പുതിയ മുഖം തുറക്കുമ്പോൾ എന്തിനതിരെയുള്ള നിലപാട് സ്വീകരിക്കണം എന്ന ചോദ്യം മുന്നോട്ട് വെക്കുകയാണ്. അതിനുള്ള മറുപടി എന്താണ്?